ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂരിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാംഘട്ട നിർമ്മാണത്തിന് മിന്നൽ വേഗത്തിൽ ടെൻഡറായി. UDF സർക്കാർ ഭരണം ഏറ്റെടുത്ത് 14ാമത്തെ ദിവസമാണ് ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ നിരന്തര ഇടപെടലിൽ ബൈപ്പാസിന് ടെൻഡറായത്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് ഷൗക്കത്ത് നടത്തിയ ചർച്ചയാണ് ബൈപ്പാസിന്റെ ടെൻഡർ നടപടി അതിവേഗത്തിലാക്കിയത്. KNG റോഡിൽ ജ്യോതിപ്പടി മുതൽ പട്ടരാക്ക വരെ 2.460 കിലോമീറ്റർ റോഡ് നിർമ്മാണം, ജംഗ്ഷൻ നവീകരണം, ബസ് ബേ എന്നിവകളടക്കം 27.79 കോടിക്കാണ് ടെൻഡറായത്. ജൂൺ 22-ന് ടെൻഡർ തുറക്കും. കരാർ ലഭിക്കുന്നവർക്ക് ഉടനടി നിർമ്മാണം ആരംഭിക്കാം. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞതോടെ ഒന്നാംഘട്ട ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ രണ്ടാം ഘട്ടത്തിനും ടെൻഡർ നടപടികളാവും. 35 മീറ്റർ വീതിയിൽ ദേശീയപാത നിലവാരത്തിൽ 4 വരി പാതയായാണ് ബൈപ്പാസ് വരുന്നത്. റോഡിനോട് ചേർന്ന നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. ബൈപ്പാസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഫസ്റ്റ് റീച്ച് 2.5 കിലോമീറ്റർ, അത് മുഴുവൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 27 കോടി രൂപ 70 ലക്ഷം രൂപക്കുള്ള ടെൻഡറാണ് SC ക്ഷണിച്ചിരിക്കുന്നത്. ഈ 20-ാം തീയതിക്കകം തന്നെ ടെൻഡർ നൽകാനാണ് SCയുടെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ബൈപ്പാസ് ദേശീയപാതയുടെ നിലവാരത്തിലാണ് നമ്മൾ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 35 മീറ്റർ വീതിയിലാണ്, 4 വരി പാതയാണ്. 4 വരി പാത, നടുവിൽ ഒരു 3 മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള 4 വരി പാതയാണ്. മാത്രമല്ല, ഈ 4 വരി പാതയുടെ 2 ഭാഗത്തും സൈക്കിൾ ട്രാക്കും പാത്വേയും ഒക്കെ അടങ്ങുന്ന ഒരു ദേശീയ പാതയുടെ നിലവാരത്തിലാണ് നമ്മുടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് എന്നുകൂടി ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ ഇടപെടലിലാണ് 9 വർഷമായി നിർജീവാവസ്ഥയിലായിരുന്ന നിലമ്പൂർ ബൈപ്പാസിന് പുതുജീവനായത്. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ MLA ആയ ഉടൻ ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം വിതരണം പൂർത്തീകരിച്ച് ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യത്തിനായി വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യ സെക്രട്ടറി, പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ നിലമ്പൂരിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015-ൽ UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ 9 വർഷമായി പാതി വഴി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയുമായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ പറഞ്ഞുള്ള ധനവകുപ്പിന്റെ തടസ്സവാദമായിരുന്നു വെല്ലുവിളി. UDF സർക്കാർ അധികാരമേറ്റതോടെ 2 ആഴ്ചയ്ക്കകം തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് ടെൻഡർ നടപടി ആരംഭിക്കാനായത് നിലമ്പൂരിന്റെ വലിയ നേട്ടമായി. KNG റോഡിലെ ഗതാഗത കുരുക്കൊഴിവാക്കാനായി ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ്. പട്ടരാക്ക് വരെയുള്ള ബൈപ്പാസിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായാൽ തന്നെ നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. നിലമ്പൂർ നഗരത്തിന്റെ തിരക്കിൽ പ്രവേശിക്കാതെ KNG റോഡിൽ നിന്നും ബൈപ്പാസ് വഴി ചക്കാലക്കുത്തിലൂടെ പൂക്കോട്ടുംപാടം, കാളികാവ്, ചുങ്കത്തറ, എടക്കര ഭാഗങ്ങളിലേക്ക് പോവാം. ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും പാത അനുഗ്രഹമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.